ഈ വീഡിയോയിൽ എങ്ങനെയാണ് പവർ ബിയിൽ റിബൺ ചാർട്ട് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. ഒരു റിബൺ ചാർട്ടിൻ്റെ ഉപയോഗം എന്തെന്നാൽ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഡാറ്റ വിഭാഗം ഏതാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഒരു പ്രത്യേക ഡാറ്റ വിഭാഗത്തിൻ്റെ റാങ്ക് മാറ്റം കാണിക്കാനും ഏറ്റവും ടോപ്പിലുള്ള ഡാറ്റ വിഭാഗം ഏതാണെന്ന് കാണിക്കാനും റിബൺ ചാർട്ട് വളരെ ഉപയോഗപ്രദമാണ്. ഇവിടെ റിബൺ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിഷ്വലൈസേഷൻ പാനലിൽ നിന്നും റിബൺ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവാസിലെ ചാർട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഓർഡർ ഡേറ്റ് എക്സ് ആക്സിസിലേക്കും സെയിൽസ് വൈ ആക്സിസിലേക്കും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ചാർട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഓരോ ഡേ വൈസുള്ള കോളം ചാർട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്കിവിടെ ഇയർ വൈസുള്ള റിബൺ ചാർട്ടാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിൽ നിന്നും ഇയർ ഒഴികെ ബാക്കിയുള്ള ക്വാർട്ടർ, മന്ത്, ഡേ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇയർ വൈസായുള്ള കോളം ചാർട്ട് കാണാൻ കഴിയും. ഇതിനൊരു റിബൺ ചാർട്ടായി കൺവേർട്ട് ചെയ്യാൻ ലെജൻസിലേക്ക് റീജൻ കൂടി ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് സിമ്പിളായി ഒരു റിബൺ ചാർട്ട് ഉണ്ടാക്കേണ്ടത്. കൂടുതൽ വ്യക്തമായി കാണാൻ ഞാനിവിടെ ഫോക്കസ് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫോർമാറ്റ് ടാബിലെ ലെജൻസ് സെക്ഷനിൽ നിന്നും ലെജൻസിൻ്റെ സൈസ് ഒരൽപ്പം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ റിബൺ ചാർട്ടിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും, 2016 ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്ന വെസ്റ്റ് റീജിയൻ 2017 സെക്കൻഡ് ആവുകയും 2018-19 വീണ്ടും ഫസ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓരോ റീജിയൻ്റെയും ഓരോ വർഷമുള്ള റാങ്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ റിബൺ ചാർട്ടിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും എത്ര സെയിൽസ് നടന്നു എന്ന് കാണാൻ ഡാറ്റ ലേബിൾസ് കൂടി എനേബിൾ ചെയ്യാവുന്നതാണ്.